നമ്മുടെ മണി ബോക്സിൻ്റെ വേറൊരു പ്രമോ വന്നിരിക്കുകയാണ്. അതായത് ഈ തവണ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് വ്യത്യസ്തമായൊരു പ്രമോ ആണ്. അതായത് നമ്മുടെ ആതിരയും നൂറും ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. വന്നു കഴിഞ്ഞ് മണി ബോക്സ് വന്നു കഴിഞ്ഞാൽ ആതിര എടുത്തുകൊണ്ട് പോകുന്നു. ആ പ്ലാനിങ് അപ്പാടെ പൊളിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഈ തവണ ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ തവണ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നവർക്കായിരിക്കും ഈ തവണ മണി ബോക്സ് കിട്ടുന്നത്. പ്ലസ് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്യേണ്ട. അതായത് പുറത്ത് പോവുകയും ചെയ്യേണ്ട. പ്ലസ് അവർക്ക് മണി ബോക്സും കിട്ടും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അനുമോളൊക്കെ ഓടിപ്പോകുന്നുണ്ട് മണി ബോക്സ് എടുക്കാനായിട്ട് ഓടിപ്പോകുന്നുണ്ട്. അതായത് മറ്റേ ഇതേപോലെ തന്നെ പൈസ സ്പ്രിങ്കിൾ ചെയ്യും, എന്നിട്ട് അവിടുന്ന് പെറുക്കാനാണ് ടാസ്ക്. പക്ഷേ നമ്മുടെ നെവിന് മാത്രം ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ കൊടുത്ത ഒരു പണിഷ്മെൻറ്റ് കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരൻ അവിടുന്ന് പൈസ പെറുക്കി എടുക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല, ഇനി അടുത്ത പണി വാങ്ങിച്ചു കൂട്ടാനോന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഈ തവണത്തെ മണി ബോക്സ് ഒരു പ്രത്യേക തരം ടൈപ്പ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആതിര അല്ലെങ്കിൽ സാബുമായി ഇവർ രണ്ടുപേരിൽ ഒരാൾ എടുത്തുകൊണ്ട് പോകും. നമുക്ക് ഒരു പ്രഡിക്റ്റബിൾ ആണ്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ആക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ അവർ തന്നെ അങ്ങ് ഷോക്കായിപ്പോയി, പരസ്പരം ഷോക്കായിപ്പോയി. ഇത് കേട്ടപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. എന്തായാലും നമുക്ക് നോക്കാം, കൂടുതൽ അപ്ഡേറ്റ്സിനെ നമുക്ക് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത് എനിക്കൊന്ന് രാത്രിയാണെന്ന് തോന്നുന്നു ഇത് നടക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.